ഹായ് മക്കളെ, എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും A+ ട്യൂഷൻ സെന്ററിന്റെ മറ്റൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അരിതമര സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ സമാന്തര ശ്രേണിയും ബീജഗണിതം എന്ന പാഠഭാഗത്തിലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക, നന്നായി ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് ഒരു 4 മാർക്ക് ഇതിൽ നിന്നും ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവനായും കാണുക, നന്നായി ചെയ്ത് പഠിക്കാം. The algebraic expression of the sum to n terms of an arithmetic sequence is 2n square plus 3n. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക അല്ലെങ്കിൽ തുകയുടെ ബീജഗണിത രൂപം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. 2n square plus 3n എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദി ഫസ്റ്റ് ടേം, ഈ ശ്രേണിയുടെ ആദ്യ പദം കണ്ടുപിടിക്കണം. പിന്നെന്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. റൈറ്റ് ദി ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്, ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. പിന്നെന്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി സീക്വൻസ് എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കാം. എന്താണ് തന്നിട്ടുള്ളത്? തുകയുടെ ബീജഗണിത രൂപമാണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോം ഓഫ് സം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് അരിത്തമെറ്റിക് സീക്വൻസിന്റെയും തുകയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് Pn സ്ക്വയർ പ്ലസ് Qn ഫോമിലായിരിക്കും. അതായത് n സ്ക്വയറിന്റെ കൂടെ ഏതാണോ നമ്പർ ഉള്ളത് അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? P ആയിട്ട് എടുക്കുക. ഇനി എന്നിന്റെ കൂടെ ഏതാണോ നമ്പർ ഉള്ളത് അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? Q ആയിട്ട് എടുക്കാം. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും P എന്ന് പറയുന്നത്? 2n സ്ക്വയർ. അപ്പോൾ n സ്ക്വയറിന്റെ കൂടെ വരുന്ന നമ്പർ 2 ആണ്. അപ്പോൾ നമുക്കറിയാം P is equal to 2 ആണ്. അതേപോലെ എന്നിന്റെ കൂടെയുള്ള നമ്പർ ആണ് എന്ത് പറയുന്നത്? Q എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നു Q is equal to 3. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് Pയും Qയും കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതാണ്. n സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ ആണ് P എന്ന് പറയുന്നത്, എന്നിന്റെ കൂടെയുള്ള നമ്പർ ആണ് Q എന്ന് പറയുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ടേം, ആദ്യ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു, ഒന്നും ചെയ്യേണ്ട, P പ്ലസ് Q ചെയ്താൽ മാത്രം മതി. ഇനി പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2P. ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ മാത്രം മതി. F ഈസ് ഈക്വൽ ടു P പ്ലസ് Q ആണ്, D ഈസ് ഈക്വൽ ടു 2P ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആദ്യ പദം? F ഈസ് ഈക്വൽ ടു P പ്ലസ് Q എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3 ആണ്, അതായത് 5. മക്കളെ, ആദ്യ പദം കിട്ടുന്നു 5. ഇനി എന്താണ് കോമൺ ഡിഫറൻസ്? എന്താണ് പൊതുവ്യത്യാസം? പൊതുവ്യത്യാസം 2P ആണ്. അതായത് 2 ഇൻറ്റു P, 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, ആദ്യ പദം F ഈസ് ഈക്വൽ ടു 5 കിട്ടി, പൊതുവ്യത്യാസം D ഈസ് ഈക്വൽ ടു 4 കിട്ടി. പിന്നെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുള്ളത് ഫൈൻഡ് ദി ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്, ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം, അതായത് xn ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുന്നുള്ളത്. xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. dn പ്ലസ് f മൈനസ് d ആണ്. നമുക്ക് d കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടുണ്ട്? d നമുക്ക് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് കിട്ടുന്നു? 4n പ്ലസ് f ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടിയിട്ടുണ്ട്. 4n പ്ലസ് 5 മൈനസ് 4, അതായത് 4n പ്ലസ് 1 ആണ് നമ്മുടെ ബീജഗണിത രൂപം, ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നുള്ളത്. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുള്ളത്? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്, ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 3n ആണ്. ഇത് ആദ്യത്തെ n പദങ്ങളുടെ തുകയാണ്. അപ്പൊ നമ്മളോട് ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചാല് നമ്മൾ ചെയ്യേണ്ടത് എത്ര മാത്രം? n പകരം എത്ര കൊടുക്കാം? 25 കൊടുക്കാം. ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ഈസ് ഈക്വൽ ടു എത്ര കൊടുക്കാം? 10 കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? n ഈസ് ഈക്വൽ ടു 25 ആണ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ 25 പദങ്ങളുടെ തുക സമം, ഇത് n പദങ്ങളുടെ തുകയാണ്, Sn ആണ്. അപ്പൊ 25 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ n-ന് 25 കൊടുക്കുന്നു. അപ്പൊ 2 ഇൻറ്റു 25 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 25, 2 ഇൻറ്റു 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ 625 ആണ്, 625 ആണ്. പ്ലസ് 3 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 75 ആണ്. അപ്പോൾ എത്രയാണ് കിട്ടുക? 2 ഇൻറ്റു 625 ചെയ്ത് നോക്കിയാൽ നമുക്ക് 1250 എന്ന് കിട്ടും. 1250 പ്ലസ് 75 ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 1325 ആണ് കിട്ടുക.
ഓക്കെ, കൃത്യമായിട്ട് ചെയ്തു പഠിക്കാം, നന്നായി മനസ്സിലാക്കാം. എക്സാമിന് 4 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഓൾ ദി ബെസ്റ്റ്.